Hello guys. Hello guys. ഇട്ടടാ. Why are you crying? ഞാൻ എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാൻ വന്നതാണ്. വാസ്തവത്തിൽ ഇതിവിടെ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ പറയേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം ഇവിടെ പറയുകയാണ്. സീക്രട്ടണം പൊളിയ എനിക്കെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇന്നത്തെ സീക്രട്ടൻ്റെ പെർഫോമൻസ് സൂപ്പറോ സൂപ്പർ കിട്ടും. ഓ എന്തുവായിരുന്നു, നമ്മളൊക്കെ വിചാരിച്ച സീക്രട്ട് അണ്ണൻ അവിടെ മൈൽഡായിട്ട് നിൽക്കുകയാണെന്നാണ്. പക്ഷേ ഇന്ന് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. 1-2 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അഭിഷേകിൻ്റെ ഒരു ആക്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞല്ലോ ഇന്നലേക്ക് അവർ വന്നപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമൊക്കെ ബിഗ് ബോസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നെ ലൈവിൽ കൂടെ കണ്ടതാണ്. കൂടുതൽ ഞെളിയൊന്നും വേണ്ട. ബിഗ് ബോസ് വളരെ ഇൻഡീസൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് കളിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അതൊരു ഫൗൾ പ്ലേ ആണ്. ഇനി നിങ്ങൾക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കിൻ, ആസ്വദിക്കിൻ, അർമാദിപ്പിൻ എന്നുള്ളത്. തല പൊക്കി എല്ലടാ മുഹമ്മദ് ആരിഫ്. എനിക്ക് വന്നിരുന്നു കുറേ ഇൻബോക്സ്, കുറേ വന്നിട്ടുണ്ട് ഇൻബോക്സിൽ. ഞാൻ കണ്ടു. ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് യുക്തിവാദം ഡീറ്റെയിൽസിലേക്ക് കേട്ടാ. നമ്മൾ അങ്ങോട്ട് പിന്നെ ആ ടിഷ്യൂ എടുത്താണ് ചുണ്ടൊന്നും ക്ലീൻ ചെയ്ത് യുക്തിവാദത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കേടെന്നാണ് സീക്രട്ട് ആണെന്നല്ല, സീക്രട്ട് കറക്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കിന്നങ്ങ് ഇഷ്ടപ്പെട്ടു സീക്രട്ടിന്. യജാതി സൂപ്പർ, പൊളി ഒന്നും പറയാനില്ല. അപ്പോൾ തുടക്കം മുതൽ പിന്നെ നമ്മുടെ ജാസ്മിൻ കിടന്നങ്ങ് തിളയ്ക്കുന്നുണ്ട്. അല്ല, അത് തിളയ്ക്കണമല്ലോ, അവരുടെ ഡ്യൂട്ടിയാണല്ലോ അല്ലേ, അവരുടെ തൊഴിലതാണല്ലോ. ഐ മീൻ അവർ ക്യാപ്റ്റൻ അല്ലേ. അപ്പം ആ ക്യാപ്റ്റൻ്റെ എല്ലാ ഇതും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ ഊർജവും ആവാഹിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും നല്ല സൂപ്പറായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ ഡാട്ട. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അത്രയും ഭാഗത്തെ വൃത്തികേട് കണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചി ലിപ്സ്റ്റിക് ഇട്ട് അത്രയും ഭാഗത്തെ വൃത്തികേട് നമുക്കൊന്ന് മറയ്ക്കാം. എന്തു പറയണം? അതോടെ സീക്രട്ടിനെ നോമിനേറ്റ് ചെയ്ത ജാസ്മിൻ കോമഡിയായി എന്തായാലും. അതെന്താണെന്നറിയോ സീക്രട്ട് എന്താ ശ്രീകുട്ടി സത്യൻ, അത് ഞാൻ പറഞ്ഞു തരാം. അതിലേക്കാണ് ഞാൻ വരാൻ പോയത്. ആ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരെ കണ്ടുകൂടാ. സത്യത്തിൽ സീക്രട്ട് നമ്മുടെ പിന്നെ ഡൂഡ് ബക്കറ്റ് പാട്ട അവിടെ ഇരുന്നുണ്ട്. ഓ മൈ ഗാഡ്, മൈ ഡൂഡ് അണ്ണൻ ഓൺ ഫയർ, മൈ ഡൂഡ് അണ്ണൻ ഓൺ ടു ദ സ്റ്റേജ്, മൈ ഡൂഡ് അണ്ണൻ ഈ യുക്തിവാദത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. സൗകര്യമില്ല, വടാടണം. പൊന്നും കൊടുത്തിട്ട് എന്തിനെപ്പെട്ട് ഇരിക്കട്ടെന്ന്. ഡൂഡ് അണ്ണൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഡൂഡ് അണ്ണൻ പെർഫോം ചെയ്യാൻ പോകുന്നു. ഡൂഡ് അണ്ണൻ ഈസ് ഗ്രേസ്, ഡൂഡ് അണ്ണൻ ഈസ് ദാറ്റ്, ഡൂഡ് അണ്ണൻ ഈസ് ദൂസ് എന്നൊക്കെ പറയുന്നില്ലേ. സത്യത്തിൽ ഡൂഡണ്ണൻ അതിനകത്ത് കയറിയത് തങ്ങളുടെ സംഘടനയുടെ നേതൃത്വ പാടവത്തിലേക്ക് ഇരിക്കുന്ന 1 മില്യൺ സബ്സ്ക്രൈബറുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? എനിക്കറിയാം. അല്ലാണ്ട് അവൻ കളിക്കാനൊന്നും കയറിയല്ല. അവൻ അതിനകത്തിരുന്ന് വായ്ത്താളം അടിച്ചാലേ മാസം 4 ലക്ഷം രൂപ കിട്ടും. പിന്നെ അതിനകത്ത് പോയി 30,000 രൂപയ്ക്ക് ആരെങ്കിലും കയറി നിൽക്കുമോ? ഒരു ദിവസം 30,000 രൂപ. അവൻ വായ്ത്താളം അടിച്ചാലേ ഒരു ദിവസം 60,000 രൂപ കിട്ടും. അപ്പോഴാണ് ചുമ്മാ ഇരുന്നുണ്ട് കക്ര ബുക്ര എന്ന് പറഞ്ഞാൽ തന്നെ അവന് കാശ് കിട്ടുന്നുണ്ട്. പൈസയ്ക്കോ ഫെയിമിനൊന്നും ഒരു കുറവുണ്ടായിട്ടല്ല സീക്രട്ട് അതിനകത്ത് പോയത്. അണ്ണൻ അതിനകത്ത് പോയത് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ്. പക്ഷെ അണ്ണൻ ചേടാ വേണ്ടായിരുന്നു, എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്നൊരു ഫോമിലേക്ക് ആക്കി കൊടുത്ത് പേപ്പൻ ജാസു, എൻ്റെ പൊന്നോള ജാസു, നിനക്ക് വേണ്ടിയിട്ടല്ലേടി അണ്ണൻ അങ്ങോട്ട് വന്നത്, നീ എന്തടി അക്കച്ചി ഇങ്ങനെയായി പോയത്? ആ ചെറുക്കനെ അങ്ങോട്ട് സ്പോൺസർ ചെയ്ത് നോമിനേറ്റ് സീക്രട്ട് അണ്ണനെ നോമിനേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? എനിക്കാകെ 2 കണ്ണേ ഉള്ളൂ ഇതൊക്കെ കാണാൻ. പോട്ടെ. അന്നലത്തേതുപോലെ തന്നെയാണ് നമ്മളെ നൗറ പറഞ്ഞ ഒരു കാര്യം. നൗറ പറഞ്ഞത് വളരെ വളരെ ആപ്റ്റായ ഒരു സംഗതിയാണ്.
ഈ ബിഗ് ബോസിൽ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് എന്നല്ല ഞാൻ പറയണം, ബിഗ് ബോസ് എന്ന് തന്നെ കേട്ടോ, അത് അവന് ഞാൻ ഇട്ട പേരാ. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രേക്ഷകരെ അങ്ങേയറ്റം മോശപ്പെടുത്തി അപമാനിച്ച ബിഗ് ബോസിന് ബിഗ് ബോസ് എന്ന വരട്ടപ്പേരിട്ടത് ഞാൻ തന്നെയാണ്. ആ പേരിൽ ഇനി ബിഗ് ബോസ് അറിഞ്ഞാൽ മതി. ബിഗ് ബോസ് അണ്ണൻ പ്രാഡ് പ്രാഡ് പ്രാഡ്. സീക്രട്ട് ജബ്രി കോംബോയിൽ ചേർന്നു. ജബ്രി കോംബോ ലോഡിങ് സൂൺ. വേറൊരു കാര്യമുണ്ട്. കണ്ണനിട്ട ഒരു പിന്നെ ഇതിനകത്താണ് മോന് ഞാനും പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ റോക്കിയെ കോപ്പി ചെയ്തെന്നാണ്. നിങ്ങൾക്ക് അവൻ റോക്കിയെ കോപ്പി ചെയ്തെന്ന് തോന്നിയോ, അതോ കഴിഞ്ഞ സീസണിലുള്ള ആ ചെറുക്കൻ്റെ പേരെന്തരായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റിലൊക്കെ വന്ന നാടാരോട്, ആ ചെറുക്കൻ്റെ പേരെനിക്കറിയത്തില്ല, മറ്റേ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ തല അങ്ങനെയായിരുന്നു. അവനെയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സീക്രട്ട് അണ്ണൻ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ പേരറിയാമോ? ഒരു ഹായ് പറയാമോ? പിന്നെന്താ പണ്ണി ഹൗസേ. ജാസ് മാത്രമല്ല, സീക്രട്ട് കിടക്കാമണിയുടെ മുന്നിലും ജുനൈസ്. ജുനൈസ് ഫാനാണെന്നും ജുനൈസിന്റെ ഫോട്ടോയും ഇവന്റെ ഫോട്ടോയും വെച്ചിട്ട് കണ്ണൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നിട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്ന കമന്റ് ഇട്ടേക്കണേ. ജുനൈസിനെ പോലെ കോപ്പി അടിച്ചിട്ടാണ് ഇയാൾ അവിടെ പോയത് എന്ന്. അതായത് ആ ഹെയർ സ്റ്റൈലിന്റെ കാര്യമാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ആകെ മൊത്തം ഒരു റോക്കി എഫക്ട്. വാട്ട് യു ഫീൽ? യു ഓൾസോ ഫീൽ ദ റോക്കി, റൈറ്റ്? അവന് റോക്കി ഇറ്റ്സ് എ കോപ്പീഡ് പേഴ്സൺ. ഞാൻ എന്ത് സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഡേപ്പിലി അങ്ങനെ നോക്കുകയാണെന്നാണ് പറയുന്നത്. എടേ എന്തരടേ ഇത്ര ഇന്നലെ വരെ ഞാൻ വരെ ഇരുന്നുണ്ട് ബിഗ് ബോസിന്റെ പിന്നെ റിവ്യൂ ഇട്ടവൻ ഇനി അവിടെ പോയി എന്തോന്ന് നോക്കിക്കാണാൻ അവനൊന്ന് പതറിയെന്നുള്ളത് സത്യം. അപ്പം വിചാരിച്ചെന്തെന്നറിയാം, എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടി ഡിഫറൻസ് ആയിട്ട് നമ്മളെ JBTV പോലെ ഒന്ന് തഗ്ഗടിക്കാൻ നോക്കിയതാണ്. അത് കിടുത്തഗ്ഗായിപ്പോയി. അവള് തിരിച്ചൊരു ആറ്റം ബോംബ് പണി അങ്ങ് കൊടുത്ത് നാണം കെട്ട് നാറി നക്കളി ജാൻമണി കൊടുത്തതിന്. പക്ഷെ അതിനകത്ത് നമ്മളെ സൈക്കോ വിക്കോസ് ജാൻമണിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. 100% അവളെ മുഖത്തൊരു മറ കൊടുക്കേണ്ട അനിവാര്യ ഘട്ടമുണ്ടായിരുന്നു. ബിക്കോസ് അവൾ പറയണ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇനി അഭിഷേകിന്റെ ആണോ എനിക്കറിയത്തില്ല. ഇത് വോട്ടിട്ട അയാൾ സേവ് ആവുകയല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ വോട്ട് അഭിഷേകിന് കൊടുത്തു. ഇനി അയാൾ പുറത്താണെങ്കിലും സേവ് ആണെങ്കിലും എൻ്റെ വോട്ട് ഞാൻ അഭിഷേകിന് കൊടുത്തു. ബിക്കോസ് ഇന്നത്തെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വിഷയത്തിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. കാരണം ഈ ഒരു വിഭാഗത്തിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ പോരായ്മകൾ, അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയത്തില്ല, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺ വ്യതിയാനവും അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അതുകൊണ്ട് അവരുടെ മനോവൈകൃതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ചോദ്യം. മനോവൈകൃതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ജാൻമണിമാർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇഫ് ഐ മേഡ് എ മിസ്റ്റേക്ക്, ഞാൻ മിസ്റ്റേക്ക് ചെയ്തു എന്ന് തന്നെ പറയുന്നിടത്താണ് നമ്മളുടെ ജെന്യൂനിറ്റി അവിടെ തെളിയുന്നത്. പകരം ഞാൻ ചെയ്തത് ശരിയാണ്, എനിക്ക് എൻ്റെതായ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഞാൻ സെറ്റ് ഡബിൾ സെറ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ജാൻമണിമാരെ പോലുള്ളവരെ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇത്തരക്കാരാണ് എന്നുള്ളത് വസ്തുത. അവർക്കുള്ള ഏറ്റവും നല്ല ഉദാത്തമായ ഉദാഹരണവും മുற்றுപുള്ളിയുമാണ് മിസ്റ്റർ അഭിഷേക്. അഭിഷേക് കെ എന്താണെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട്, അതായത് അഭിഷേക് അൽ ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മറ്റേ അഭിഷേക്, ഞാൻ ടെറർ എന്ന് ഇന്നലെ വിചാരിച്ചിരുന്ന ടെറർ ഒരൊറ്റ ചോദ്യത്തിൽ തീർന്നു. ഒരു ചോദ്യത്തിൽ നിങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് സം സോർട്ട് ഓഫ് മിസ്റ്റേക്ക് തന്നെയാണെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് കരുതലുണ്ട്, എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, ആ പ്രവൃത്തി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ പറയുമ്പോൾ നമുക്കതിനെ ഹേർട്ട് ആവണേ. Why we are bothering about that? If he is saying Kundan, yes, I like Kundan. പറയുന്നില്ല ഇപ്പം എന്താ കുഴപ്പം? People are doing that, you know. ഗേ സെക്ഷൽ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു സാധനമാണ്. ഗേ സെക്ഷൽ അത് പറയുമ്പോൾ ആ ഫുൾ ഇതും അങ്ങോട്ട് ഇടിഞ്ഞ് താന്ന് ആള് 0 ഡിഗ്രി പോയി. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയി. ഒരു ചേനയില്ല, ചക്കട്ടയില്ല, ഒരു ചെമ്മാൻ ചൂടുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. വിക്കോസ് സൈക്കോ ആണ്. അതിനകത്തേക്ക് ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫ്ലോപ്പ് ആക്കിപ്പോയി. അതിനകത്തേക്ക് പോകാൻ ആപ്റ്റായ ഒരേ ഒരു വ്യക്തിയെ ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ, അത് ഞാനാണ്. ഇതിനകത്ത് ഞാൻ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും ഞാൻ അവിടെ പെർഫോം ചെയ്ത. ഞാൻ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയാണ്. അടുത്ത വർഷത്തെ ബിഗ് ബോസിലേക്ക് ഞാൻ എൻ്റെ കാല് സെറ്റാക്കി കാത്തിരിക്കും. എന്നെ നിങ്ങൾ വിളിച്ചിരിക്കണം, ഞാൻ വരും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ബിഗ് ബോസിൽ പ്ലേ ചെയ്യേണ്ടത്. പോയിന്റ് അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിട്ടും. പോട്ടെ, സൗകര്യം ഉണ്ടെങ്കിലേ വരുള്ളൂ കേട്ടോ. വലിയ നിർബന്ധമൊന്നുമില്ല. യുക്തിവാദികളെ കൂടെ പോയി ചേരാൻ ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പ്ലാൻ മാറ്റും. പ്ലാൻ A ആണിത്, പ്ലാൻ B വേറെ ഉണ്ട്. ആക്കട്ടെ. പിന്നെ ആരായിരുന്നു? അഭിഷേക് കുണ്ടൻ. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഹോമോഫോബിക്ക്. ഇവിടെ ഹോമോഫോബിക്കിന്റെ അർത്ഥം എന്തരടെ എന്ന് വെച്ചാൽ ഗേ സെക്ഷൽ അഗൻസ്റ്റ് ആണ്. Of course. Like afraid of feeling mutual feelings with the same sex. Yeah, correct.
ട്രാൻസ്ജെൻഡർ കാർഡ് യൂസ് ചെയ്ത് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. കറക്റ്റാണ് ശ്രീകുട്ടൻ സത്യം. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാണാത്ത ചാനൽ നെയിം ഏതാ ചേച്ചി? ഞാൻ കാണാത്തതോ? കണ്ണാട്ടെ ഇവിടെ എന്തായാലും കൃത്യമായിട്ട് ചോദിരടേ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തൊരു മറുപടി പറയും? ഭയങ്കര സീരിയസ് ആയിട്ടൊരു ചർച്ചയിലല്ലേ ഉള്ളത്. നിങ്ങളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഐ ആം വെരി സീരിയസ് യുനോ. ബിക്കോസിനെ പറ്റി പറയുമ്പോൾ ബിക്കോസിന്റെ കാര്യങ്ങൾ ചോദിക്കും. സീക്രട്ട് തേഞ്ഞൊട്ടിയെ അവളെ സഹായിക്കാൻ വേണ്ടി കറക്റ്റാണ്. പക്ഷേ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഷേ കിടൂന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ നിന്റെ മുഖത്തെ തേക്കുകള് ഈ വേടി ആ ഒരു ടേം ഉണ്ടല്ലോ, പുല്ലരിക്കുന്നേ രോമാഞ്ചിഫിക്കേഷനേ സഹിക്കാൻ വയ്യേ. എന്തുവായിരുന്നു സീക്രട്ട് അണ്ണ ഞാൻ നിങ്ങളുടെ ഫാൻ അണ്ണൻ ഹർഷ വന്ന് മുത്തുമണി. ഇനി നമ്മളൊന്നും പറയണ്ട, ഇവള് ആകെ കുഴപ്പമെന്ന് വിളിയുടെ തെറി വിളിക്കും. ബിക്കോസിനെ ചോദ്യം ചെയ്യുന്നവരെ ബിക്കോസ് വിളിക്കില്ല ചേച്ചി. അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. ഇന്ന് മുതൽ ബിക്കോസിനെ അങ്ങനെ എന്നെ പറയാൻ ഒക്കത്തില്ല. എനിക്ക് നിലപാടുള്ളതാണ്. എന്റെ നിലപാട് വേണമെങ്കിൽ എന്നെ വിളിച്ചാതില്ലെങ്കിൽ ബിക്കോസിനെ ഞാൻ വേണ്ടാന്ന് വെക്കുക. റിജക്റ്റഡ്. ബിക്കോസിന് ഞാനൊരു വാല്യബിൾ കണ്ടസ്റ്റന്റഡ് ആയിരിക്കും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ കപ്പ് വേണ്ട. പക്ഷേ കപ്പടിക്കാൻ വരുന്നവരെ ഗുപ്പ് ഞാൻ വീഴ്ത്തും. എന്തുവാടോ എൻ്റെ ഇടയ്ക്ക് ഹായ് പറയുമ്പോ പിന്നെന്താ? ഗബ്രി പറഞ്ഞത് ആരൊക്കെയാണെന്ന് അറിയാം? ജാൻമണിയാ. പടത്തോനെ ജാൻമണി കണ്ടിട്ടൊരു നോട്ടം. എടാ ഫ്രോഡ് നബി, നിനക്കുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ട്. ആറ്റം ബോംബ് പണി അല്ല. ഈ ഗബ്രിയും അതും കൂടെ സ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലവള് പോയി ഇവനെ ഒരു കംഫർട്ടിലാക്കും, ഇവൻ പോയി അവളെ ഡിസ്കംഫർട്ടാക്കും. എന്തുകൂടെ ഇവിടെ നടക്കുന്നത്? ആസ് യു സ്റ്റേറ്റഡ് സീക്രട്ട് വെറും നിലപാടില്ലാത്തവൻ. അത് നമുക്ക് വരും വരെ കാണാം. കണ്ണന്റെ ചാനൽ നെയിം ഏതാ ചേച്ചി? പാവടെ അവൻ്റെ ചാനൽ ഈ ബിക്കോസ് അടിച്ചു പൂട്ടിച്ച് കളഞ്ഞു. അവൻ്റെ ചാനൽ ദ ഫോർത്ത് ജംഗ്ഷൻ. അതിനകത്ത് എല്ലാ അപ്ഡേഷനും ഉണ്ട്. അവൻ നിരന്തരമായിട്ട് ഇടുന്നുണ്ടേ. അവരെന്തൊരു കാണിച്ചിട്ട് കാര്യത്തില്ല. അവൻ ടെററാണ്. ദ ഫോർത്ത് ജംഗ്ഷൻ എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ലിങ്ക് എടുത്ത് എൻ്റെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? നിങ്ങളത് കണ്ടു നോക്കും കേട്ടോ. ഫോളോ ചെയ്താലേ കിട്ടുള്ളൂ. വളരെ പാടാണ്. ഞാൻ അവൻ്റെ ഇത് നോക്കിയിട്ടാണ് കുറേയൊക്കെ ചിലപ്പോൾ ഞാൻ പൊട്ടത്തരൊക്കെ ആയിരുന്നു പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിശകലനമുണ്ട്. ബിക്കോസ് അവൻ 24 hours അതിനകത്ത് തന്നെയാണ്. അപ്പോൾ അവ അതിൻ്റെ ശരിക്കുള്ള ആപ്റ്റായിട്ടുള്ള സംഗതി പറയും. നമ്മുടെ വേ ഓഫ് ഇതാണ്, അയാൾ പറയണത് അവൻ്റെ വേ ഓഫ് ഇതാണ്. സൂപ്പറാണ് കണ്ണം പറയണത്. ട്രാൻസ് പീപ്പിൾ സപ്പോർട്ട് ചെയ്തു വന്ന പയ്യൻ കാണാതെ പഠിച്ച കുറച്ച് ഐറ്റം ഉണ്ട്, അല്ലാതെ ഒരു ഗെയിം ഇല്ല. No screen presence. My name is Ammu. My name is Shefina. സായി ജാസ്മിൻ കൂട്ട് പിടിക്കുന്നുണ്ടോ? ജാസ്മിനെ കൂട്ട് പിടിക്കാനാണ് അയാൾ പോയത്. പക്ഷെ നടക്കൂല. അവൾ അടുപ്പിക്കൂല. സീക്രട്ടിന്റെ ഭാര്യ ഇപ്പോൾ കാറിൽ ഇരുന്ന് റിവ്യൂ ഇടുന്നുണ്ട്. നല്ലതല്ലേടേ, രക്ഷപ്പെട്ട് പോട്ടെ. പാവം കൊച്ചി. ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മളിപ്പോൾ കൈകസ്തൂരിയിലാണ് കേട്ടോ. എനിക്ക് ഇന്നത്തെ അവൻ്റെ പെർഫോമൻസ് അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി എന്തോ പറഞ്ഞു, സായിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നോ എന്ത് കോക്കനട്ട് എന്ന് പറഞ്ഞാലും ജാൻമണിക്ക് ഇന്ന് അവനൊരു കൊട്ടങ്ങ് കൊടുത്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഔട്ട്സൈഡുള്ള കാര്യം പറയരുതെന്ന് പ്രത്യേകമായിട്ട് വിലക്കുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അവൻ കൃത്യമായിട്ട് പറഞ്ഞു. അവൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളോ സെക്സോ? ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെന്തായി പറയുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെയാണോ? അപ്പോൾ ഉമ്മ വയ്ക്കുന്ന കാര്യം ബാക്കിയുള്ളതും ഒക്കെ പറയുന്നുണ്ട്. ഉമ്മ വയ്ക്കുന്ന കേസ് അതിനെന്താ കുഴപ്പം? റസ്മിൻ അവൻ്റെ പുറത്ത് കയറി കിടക്കുന്നുണ്ടല്ലോ, അതിനെന്താ കുഴപ്പം? പക്ഷെ അവരാരും കമ്മിറ്റഡ് അല്ലോ. കമ്മിറ്റഡ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് അതൊരു റോങ് പ്ലേ ആണ്. പക്ഷെ എന്നാലും അത് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും സംശയമാണ്, അതെന്താ കുഴപ്പമാവുന്നത്? ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നമൊന്നും? പക്ഷെ ബിക്കോസ് സൈക്കോ അല്ലേ, ആ സാധനമൊന്നും പുറത്തു വിടുന്നില്ല. ഇവള് ഇല്ല എന്ന് പറയുന്നത് മാത്രം എടുത്ത് പുറത്ത് വിടുന്നത്. അപ്പൊ സൈക്കോ വിക്കോസ് അല്ലേ ഇവരെ തമ്മിൽ തെറ്റിച്ചത്. അത് തന്നെയാണ് അവൾ പുറത്തിറങ്ങി അഫ്സലിനോട് പറയാൻ പോകുന്നത്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാകാത്തതും, അവൾക്ക് പുറത്തിറങ്ങിയാൽ എന്നെ ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അഫ്സൽ മൈക്ലാഞ്ചി മോൻ തലയില്ലാത്തവനാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അവൻ്റെ പെറ്റ തള്ള തന്നെ പറയുന്നില്ല ഈ ചെറുക്കൻ ഇത്രയും വലിയ പൊട്ടനാണോ എന്ന്. അപ്പം പിന്നെ അറിഞ്ഞുകൊണ്ടിടങ്ങി നമ്മളായിട്ട് വല്ലതും പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു പടുവിട്ടിയാണ്. അവൻ അത് തന്നെ വരണം. ഒരു കൊല്ലം കഴിയുമ്പോഴത്തെ കുവാ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനോട് ഇറങ്ങിപ്പോയിക്കോളൂ. അഭിഷേക് ശ്രീകുമാർ ജാൻമണിക്ക് കൊട്ടിയ ഏലിയൻ ലാംഗ്വേജ് പൊളിച്ചു. ബട്ട് ജാൻമണി അത് മാനിപ്പുലേറ്റ് ചെയ്തു. ഞങ്ങൾ ഏലിയൻ ആണോ എന്ന് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് ഗെയിം. പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. ആൻഡ് ടെററാണ് അയാളെന്ന് തെളിയിച്ചിട്ടുമുണ്ട്.
ഇവരിത്ര പേര് ഡീഗ്രേഡ് ചെയ്താലും അഭിഷേക് തളരാതെ അത് തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. 1 വീക്ക് നിന്നോളെങ്കിലും ഇനഫ്. ചില അപ്രിയ സത്യങ്ങൾ പറയാൻ ഗഡ്സ് ഉള്ളവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അയാളുടെ ചാനലടിച്ച് പൂട്ടി അയാൾ ഒരു ഹോമോഫോബിക് ആണെന്ന് പറയുന്നു. അയാളെ ഭയങ്കര ഒരു സാധനമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഹി ഷുഡ് ബി ഔട്ട്, ഹി ഷുഡ് ബി ഗെറ്റ് ഔട്ട്, ഹി ഷുഡ് ബി ക്ലിയർ ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ജാൻമണി ഷൗട്ടിങ് അറ്റ് നൗറ ഈസ് ഭയങ്കര ബോറാണ്. ജാൻമണിക്ക് ഒരു അടി നൗറ കൊടുത്തിരുന്നെങ്കിൽ നൗറ പിന്നെ പുറത്തു വന്ന എൻ്റെ ഹീറോയിൻ അവളാണ്. ഞാനൊരു കപ്പ് ഈ വിക്കോസ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലൊരു കപ്പ് വായിച്ച് ഞാൻ നൗറയ്ക്ക് കൊണ്ട് കൊടുക്കും. കാരണം ജാൻമണി ഇറിറ്റേറ്റിംഗ്, ഇൻസൾട്ടഡ്, വെറി അറഗന്റ്, പിന്നെന്തോ കേടാ കുഴപ്പം പിടിച്ച പെണ്ണുമ്പുളയാണ്. അത്ര തന്നെ. ഇനി അതിനകത്ത് വേറെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വരുന്നില്ല. എനിക്ക് ആ 2ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഉള്ളതൊക്കെ വെച്ച് എന്നെ ഒപ്പിച്ചേരുന്നില്ലേ? ഓ പിന്നല്ല. അഭിഷേക് അൻസിബയ രാജതന്ത്ര ചാണക്യത്തീ മോളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല സൂപ്പറായിട്ട് അവളെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പൊളിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ സംശയിക്കേണ്ട, ഗപ്പ് ജാസ്മിനാണ്. അത് പിന്നെ ബിക്കോസ് അത് തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ പോയ എല്ലാവരെയും ജാസ്മിന് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ ഇറക്കിയത്. ഇനിയിപ്പോ അൻസിബയ്ക്ക് ഫേവർ ആയിട്ടുള്ള 10 പേരെ അവിടെ കൊണ്ടിടും. അതുപോലെ ഓരോരുത്തർക്ക് ഫേവർ ആയിട്ട് അവിടെ കൊണ്ടിടും. പക്ഷെ അവർക്കൊന്നും കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അൻസിബയ്ക്ക് അവരുടെ ദൂരക്കളയും. ശരണ്യക്കുള്ള ഹറേം പിറപ്പ് ഇപ്പൊ തീർന്നുകൊള്ളും. ബിക്കോസ് നൗറ അവള് ടാർഗറ്റ്. എടി നൗറ ഫാൻസ് തന്നെ വെറുതെ വിടത്തില്ല. നൗറയാണ് എന്റെ ഫാൻ, അവളെന്റെ ഫാനാണ്, അവളെ ഫാനാണ് ഞാൻ. നീ അവളെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കാന്ന് വിചാരിക്കണം. നൗറ എന്നല്ല അവളെ പേര്, നൗറ മുസ്കാൻ. നൗറ മുസ്കാൻ ഈസ് മൈ കണ്ടസ്റ്റന്റ്. യു നോ ഷീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ്. നൗറ മുസ്കാനും അഭിഷേകും തമ്മിൽ ഒരു കോംബോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ ലൈക്ക് ബോത്ത് ഓഫ് ദം. ടെററാണ്, ടെററിസ്റ്റുകളാണ് അവർ രണ്ടുപേരും. ഒറ്റ പ്രശ്നമുള്ളൂ, തലയിൽ കിണറാണ് ആ പെണ്ണിന്. അതാണ് ഒരു കുഴപ്പം. ഒന്ന് പറയുന്നതിന് മുമ്പേ അവളെ കണ്ണ് പൊട്ടി ഒലിക്കും. നാശം. ഇപ്പോൾ മുന്നാക്കയ്യം അഫ്സലും സിയാദും പല വെളിപ്പെടുത്തലുമായി വന്നു. പുറത്തു വരുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യൂ എന്തോ. എന്തിനി എൻ്റെ മോള് കല്യാണി അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അവൾ ഉന്നക്കാക്കിയിട്ടും കൊടുക്കും, മൂന്നാക്കാക്കിയൊക്കെ ഇട്ട് കൊടുക്കും, ജിന്നാക്കാക്കിയും ഇട്ട് കൊടുക്കും. അഫ്സലിന്റെ കല്യാണവും കഴിച്ചു, ഗബ്രിയുമായിട്ട് റിലേഷനും വെക്കും. നോ പ്രോബ്ലം. ജാൻമണി എവിക്റ്റ് ആവുന്ന ഡേ ജാൻമണി ബിഗ് ബോസിനോട് ഞാൻ പോക്കില്ല എന്ന് പറയുമോ? അങ്ങനെയൊന്നും പറയത്തില്ല. നശിച്ചു പോകും ഈ ബിഗ് ബോസ്, നശിച്ചു പോകും, നാശം പിടിച്ചു പോകും, ചീത്തയായി പോകും, നശിച്ചു പോകും. അവൾ അങ്ങനെയാണ് ഇപ്പൊ പ്രാവുന്നത്. There are Arwanis, no? Arwanis always cursing people. What is with the braving? Naura അല്ലേ? നോറ. നോറ മുസ്കാൻ. Tell me name please. My name is അമ്മു. മോളെ ഇനി ഒരിക്കൽ കൂടെ നീ എഴുതിയിട്ടാ ഞാൻ കുമ്മൂന്ന് വിളിക്കുന്നില്ല. അപ്പൊ എഴുന്നേറ്റ്. ജാസ്മിൻ തേപ്പാണെന്ന് വീണ്ടും ഇനി അവിടെ തേക്കുന്നില്ല. ട്രിബ്യൂണൽ തേൽക്കുന്നില്ല. കാരണം അവൾക്ക് അവള് വിചാരിച്ചെന്നറിയാം. അവള് വേറൊരു ചോദ്യം ചോദിച്ചാണ്ട. അയ്യോ, അപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ആരുമില്ലേ, വീട്ടിലും ആരുമില്ലേ, എൻ്റെ കൂടെ ആരുമില്ലേ, എല്ലാവരും എന്നെ വെറുത്തോ എന്നാണ്. ഇവിടെ ഒരു കാര്യം കൂടെ അവൾ പറയുന്നുണ്ട്. പന്ന കിളവാ, പന്ന എന്തൊരു കേടി ജാഫറേ, ചാപ്പാട് മോള് വന്നാലേ നടക്കുകയുള്ളൂ. ഞാൻ വന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചേഞ്ച് ആയ എൻ്റെ കാറും എൻ്റെ പിടായ്പും എല്ലാം അവള് വാങ്ങിച്ചതാ. അവളെ പേരില്ല, കംപ്ലീറ്റ് അവളെ പേരില്ല. കേടി ജാഫറിന് കയ്യിൽ കുറച്ച് കടം മാത്രമേ ഉള്ളൂ. കേടി ജാഫർ മൂളും നിന്നെ മള്ള. ജാൻമണി ഒരു എപ്പിസോഡിൽ കരഞ്ഞത് കണ്ടോ? അയ്യോ എന്തുവായിരുന്നു അതിപ്പോഴും ഉണ്ടല്ലേ. എന്തുവാ അത്? എന്തിനാ ഇങ്ങനെ കരയണേ? തള്ള പെറ്റ തള്ള സഹിക്കത്തില്ല. കള്ളി എന്ന് പറഞ്ഞാൽ അരക്കള്ളിയല്ല, മുക്കാക്കള്ളി, മുഴുക്കള്ളി, എജ്ജാതി. എനിക്ക് അവളെ കണ്ടാലുണ്ടല്ലോ എന്തരാ പോലെ താന്നും കേട്ട. എന്തരാണെന്ന് അറിയാൻ വയ്യ. ഷീ ഈസ് എ റിയൽ ട്രാൻസ്ജാൻ. സീരിയസ്ലി അങ്ങനെയാണ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ കാണുന്നില്ലേ കെട്ടിപ്പട്ടി. ഇനി അവരെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് അറ്റള ഓടി കണ്ടുവരും. വെറുതെ എന്തിനാ അവൾ മരമായിരിക്കണേക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇനി ശാപത്തിൻ്റെ പുറത്ത് സുറാണ്ടികൾ എന്നെ ചാവിച്ച് തന്നെ എനിക്ക് നടക്കാൻ വയ്യാണ്ട് നാക്കും കൂടെ തന്നോണം. വെറുതെ എന്തിന് അഭിഷേക് ജാസ്മിനോട് ചോദിക്കുന്നു, അവൾക്ക് ബേക്കറി ഐറ്റം ഇഷ്ടമാണോ? ആണോ? അവളെ ഒന്ന് ആക്ക് വിട്ടു. ആണോ? അതെന്തിനായിരിക്കും? ഞാൻ വിചാരിച്ച അഭിഷേക് ഒന്ന് അങ്ങനെ അതൊക്കെ ചോദിക്കട്ടെ. അഭിഷേക് അത്രയും ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു ചായ പറയട്ടെ. ഒരു ചായ, ഉമ്മറത്തേക്ക് ഒരു ചായ എഴുന്നേറ്റ് പോടാം. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി ഉണ്ടോ? മുല്ലപ്പൂ പുറത്തിറങ്ങിയാൽ ബിഗ് ബോസിന് കോളാണ്. അതുകൊണ്ടാണ് അവളെ ബിഗ് ബോസ് സപ്പോർട്ട്. കറക്റ്റാണ്.
നിങ്ങൾക്കത് മനസ്സിലായി, എനിക്കത് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ബിഗ് ബോസിന് മാത്രമല്ല, അവൾ നിർത്തിപ്പൊരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ സായി അണ്ണൻ്റെ കണ്ണുകളിൽ നിഴലിക്കുന്ന ആ ഭയം, ആ കണ്ണുകളിലെ ആ ദയനീയ അവസ്ഥ കണ്ടു. ചേച്ചിയുടെ അടുത്ത് കൊരുത്ത പുറത്തിറങ്ങിയ മോളെ സായി അൽമുണ്ടി മുൾമുണ്ടിയാക്കി അവൾ വിടും. അവളാരാ മോളെന്നറിയാമോ? പള്ളി അവളോടൊക്കെ ഒന്നും പറയില്ല. ഇനിയിപ്പോൾ രാത്രിയാണ് നമുക്ക് സിനാരിയോ കണ്ടത്. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും എന്താ നടക്കണമെന്ന് കാണാൻ വേണ്ടി. ഒന്നിച്ചല്ലേ ഉറങ്ങുകളായിരുന്നു ഇണക്കുരുവികൾ. ഒന്നിച്ച് കിടക്കുക, വിരലിലൊന്ന് തൊട്ടോട്ടെ, ഒന്ന് തൊട്ടോട്ടെ. 10-12 പേരൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിതൊന്ന് പറയാൻ പാടില്ല. പലരും പറയുന്ന കണക്ക് മകന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണോ ഇങ്ങനത്തെ മോശമായ അശ്ലീലങ്ങൾ പറയുന്നതെന്ന് ചോദിച്ച വൃത്തികെട്ട ജാസ്മിന്റെ ഫാൻസുകാരെ, ഈ കാണിക്കുന്നത് അശ്ലീലമായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഒരു ഷോയിൽ പോയി കിടന്നത് പച്ചത്തെറി വിളിച്ചിട്ട് 1000 പോയിന്റാണ് കട്ട് ചെയ്തത്. ഗ്യാസ് പൊളപ്പിച്ച് വിട്ടത് 1000 പോയിന്റ് കട്ട് ചെയ്തു, 2000 പോയിന്റ് കട്ട് ചെയ്തു. ഉപ്പ് പോലും ഇല്ലാതെ മൂക്ക് ചെളി കൊടുത്താണ് അവിടെയുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നത്. ആ രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടും ജാസ്മിനെതിരെ ഒരു അനക്കം പോലും നടത്താൻ സമ്മതിക്കാത്ത ബിഗ് ബോസിനെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന വൃത്തികെട്ട മത്സരാർത്ഥികളെ ജയിക്കേണ്ട ആവശ്യകത ജാസ്മിൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. കൃത്യമാണ്, ജാസ്മിനാണ് കപ്പ്. പോയി ചായട്ടുണ്ടാക്കല പ്ലീസ് ഇടാ. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? തീർച്ചയായിട്ടും ജാസ്മിൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജാസ്മിനാണ് കപ്പ്, ജാസ്മിൻ ജയിക്കണം, ജാസ്മിനാണ് കപ്പ്. ചുമ്മാ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോണല്ലേ. അത് ഫ്രോഡുകൾക്ക് കൊടുക്കുന്ന കപ്പാണടാ. ഫ്രോഡുകൾ തന്നെ ജയിക്കണം. അവള് ഏറ്റവും നല്ല ഫ്രോഡാണ്. സ്ത്രീ എന്ന് മുല്ലപ്പൂ വിളിച്ചതിൽ അഭിമാനിക്കണം എന്ന് അഭിഷേക് ബീവി. അതാണ് ഏത് അഭിഷേകാണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതൊരു സംസാരമേ ഞാൻ കണ്ടുള്ളൂ. കാരണം ഞാനത് മിസ് ചെയ്തു. ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീരേഖ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ശ്രീരേഖ കണ്ടുപിടിച്ച ആ സ്ത്രീയെ എന്നുള്ള പദം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഭിഷേകാണോ പറഞ്ഞത്? മറ്റേ കെ അഭിഷേകാണോ പറഞ്ഞത്? ഏത് അഭിഷേകാണ് പറഞ്ഞേ? കെ അഭിഷേകാണെങ്കിൽ അവനൊരു അടിയുടെ കുറവുണ്ട്. മറ്റേ അഭിഷേകാണെങ്കിൽ നമുക്ക് കളയാടെ, പാവം ചെറുക്കൻ, അവൻ ഇച്ചിരി മിടുക്കനാ. സ്ത്രീ എന്ന് പറയുന്നത് അഭിമാനമല്ലേ? എന്നാൽ പിന്നെ അവനെ പുരുഷ എന്ന് വിളിച്ചാൽ പോരെ, പുരുഷു എന്നങ്ങ് വിളിച്ചാൽ പോരെ. ജാസ്മിനെ ഗബ്രി മാട്രിമോണിയൽ ചെറുക്കനെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ആണോ? ഞാൻ ഉറങ്ങിയില്ല, ഇവിടെ വന്ന് തകർക്കുന്ന അറിഞ്ഞില്ല. ചായ കൊടുക്കല്ലേ മോനെ. അഭിഷേക് ശ്രീകുമാർ ആണ് അത്. ചായ കൊടുക്കാൻ പറഞ്ഞമ്മ. ചായ കൊടുക്കണേ മോനെ, ചായ കൊടുക്കണേ മോനേന്ന്. ഇതൊക്കെ മലയാളത്തിലാണ്. ദാണ്ടെ നോക്ക്, വായിച്ചു നോക്ക്. ദാണ്ടെ ചായ കൊടുക്കണേ മോനേന്നാണ്. ചായ കൊടുക്കണേ മോനേന്നാണ്. പോയി ചായ ഇട, പോയി ചായ ഇട. പുരോഗമനവാദം ഇങ്ങനെയാണ് പറഞ്ഞ കാണിക്കേണ്ടത്. പോയി ചായ ഇട. ഇനി സീക്രട്ട് എല്ലാം ജാസ്മിൻ അറിയുമായിരിക്കും. അതാണ് അവൻ ഭയക്കുന്നത്. അതല്ല, അവള് ടെററാ. അതായത് ഒരു വിഷയത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരാനും നല്ല ടാലന്റാ, എക്സ്ട്രീം ലെവൽ ടാലന്റ്. അയ്യോ എന്താ ഉപദേശം, ആരെയാടി ഇനി ഉപദേശിക്കുന്നേ? നിങ്ങൾ പുതിയതാ എന്ന് പറഞ്ഞ ആളുകളുടെ തലയിലെടി പൊട്ടക്കണാപ്പി, നീയാണ് പുതിയത്. അവർ പുറത്തു നിന്ന് ഈ കഥ കണ്ടിട്ട് അകത്തേക്ക് വന്നവരാ. അവർ കുറച്ചുകൂടെ സീനിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഗബ്രി ജാസ്മിൻ്റെ ഡ്രസ്സിൽ പിടിക്കുന്നത് കണ്ടോ? കുഞ്ഞു കുട്ടികളെ പോലെ. അവർ കൊച്ചുങ്ങളല്ലേ? അവിടെ ഏറ്റവും ചെറുത് അവർ 2 പേരല്ലേ? അവർ നവമിഥുനങ്ങളല്ലേ? അവരങ്ങനെയൊക്കെ ജീവിക്കട്ടെന്ന്. നിങ്ങൾക്ക് അസൂയാണ്. പുരോഗമനവാദമില്ലാത്ത വെറും ഗോത്രീയ ജീവികളാണ് നിങ്ങൾ. അതൊരു ചോദ്യം സീക്രട്ട് ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നീ നാട്ടിൽ നിന്നല്ലേ ഡി വന്നത്? നീ നാട്ടിൽ നിന്ന് തന്നെയല്ലേ ഇങ്ങോട്ട് വന്ന? നീ പിന്നെ അമേരിക്കയിൽ നിന്ന് കാണാൻ വന്ന? ഒരു ചോദ്യം. സീക്രട്ട് മാസളിയാ, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ പൊന്നളിയാ, നീ ഭയങ്കര സംഭവമായിരുന്നല്ലേ. നീ വാടാസുമൊന്നും ഇടാതെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു നീ പോക്കെന്ന് വിചാരിച്ചു. എനിക്ക് സീക്രട്ടിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി നിന്നെ ഞാൻ ഒരു അക്ഷരവും പറയത്തില്ലടാ, നീ കിടുക്കില്ലാടിയാണ്, സമ്മതിച്ചു ഞാൻ. പക്ഷെ അവൾ ഊക്കിയപ്പം നിനക്ക് മനസ്സിലായടാ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായടാ സീക്രട്ടെ. എൻ്റെ പ്രോബ്ലം നിനക്കിപ്പോൾ മനസ്സിലായ? അവളെ നന്നാക്കാൻ പറ്റൂലടാ. അവളെ ഭൂമി മലയാളത്തിൽ ദുര്യാവിൽ എന്നല്ല ആഹൃത്തിൽ പോലും ഒരു മനുഷ്യന് നന്നാക്കാൻ പറ്റാത്ത ഒരു കാട്ടുമിരാണ്ടി പെണ്ണാണത്. അതിനെ പോയി നന്നാക്കാൻ നീ ചെന്ന് കയറിയില്ല. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ റിവേഴ്സ് ഗിയർ അടിച്ചെന്നാ? അതാണ് സൈക്കോ വിക്കോസിൻ്റെ കളി. സൈക്കോ വിക്കോസ് അവിടെ എന്ത് കളിച്ചെന്നറിയാമോ? പുറത്തു നിന്ന് വന്നവർ പലതും പറയും, നിങ്ങളതൊന്നും വിശ്വസിക്കേണ്ടത്. നിങ്ങളെ ഗെയിമിൽ നിന്ന് മാറ്റി അവർക്ക് ഗെയിം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വരുത്തി തീർത്തു സൈക്കോ വിക്കോസ്. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഞാനത് ശ്രദ്ധിച്ചു, എനിക്കത് അപ്പോഴേ മനസ്സിലായി. അത് ശ്രദ്ധിച്ചത് ഈ പൊട്ടത്തി ജാസ്മിനാണ്. ഈ പടുപൊട്ടത്തിയെ പറ്റിച്ചതാണ് വിക്കോസ്. അറിയത്തില്ല, ഇനി ഈ പൊട്ടത്തി വീണ്ടും പോയി ചാടും, അത്രയേ ഉള്ളൂ. മുടി കെട്ടി വെക്കുന്നതിനൊരു അടി ഇവിടെ നടക്കുന്നുണ്ട് ശ്രീരേഖ ചേച്ചിയുമായിട്ട്. നമ്മുടെ തവക്കള പെണ്ണുമ്പിള ഉണ്ടല്ലോ, അതിൻ്റെ പേര് തവള മോന്ത പോലെ ഇരിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, ഇപ്പോൾ ഇറങ്ങിയ പൂജ പട്ട്. അയ്യോ
ആ പാട്ട് ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ അതൊന്ന് പാടണമായിരുന്നു. അയ്യോ പൂജേ, നീ ആരാടെ കളിക്കണ നന്ദനെ എടുത്താ എൻ്റെ പൊന്നെ മാളെ, അത് ആരാണെന്നറിയാം, തൃശ്ശൂർകാരിയാണ്. നീ തൃശ്ശൂർകാരികളെ കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ ഗ്രൂപ്പിൽ വരണം. ഒരു ടെററുണ്ട് സബീന, എൻ്റെ പള്ളി യജാതി എന്നറിയാം. നമ്മൾ ഒരു കാര്യവും പറഞ്ഞെത്തിക്കത്തില്ല, നോൺ സ്റ്റോപ്പാണ്. അവിടെ അങ്ങോട്ട് സ്പീഡിൽ വരും. നമ്മളിവിടെ താന്ന് പറയുന്നത് ഇവിടെ തത്തക്ക പുത്തക്ക ഏറ്റവും സൈഡ് അവിടെ പറഞ്ഞ് തീരും. പിന്നെ നമ്മൾ അടുത്ത് ആലോചിക്കുന്നിടത്ത് നമ്മൾ തുടങ്ങും. നമ്മൾ എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങും. അതാണ് തൃശ്ശൂർ. അവിടെ കയറി കളിക്കരുത്. പൂരങ്ങളുടെ നാടാണ്, പൂരമാണത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ തിരുവനന്തപുരത്ത് വരെ കണ്ടോ, ഈ നമ്മളെല്ലാം വിജയ് ഫാൻസ് ആണെന്ന് തോന്നണല്ലേ. ആ ചെറുക്കൻ കണ്ട ബാടാസമ്മ പാടുന്ന കണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചെറുക്കന്നെ. പക്ഷെ കോമഡി പീസായിപ്പോയി, അത് വേണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വരെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു ഈ ചെറുക്കൻ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമ്മതിക്കാം. രശ്മിൻ ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്ത് കണ്ടു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ആഷിത, ഞാൻ ഇന്ന് രാവിലെ വന്നതിനാണ് വീഡിയോ ഇട്ടത്. ഞാൻ കണ്ടു ഇന്നലെ രാത്രി, അതായിരുന്നു പരിപാടി. എന്തുവാ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ മുഴുക്കൊരു ലെസ്ബിയൻ ഗ്രൂപ്പിസം ഉണ്ട്. സോറി, അവിടെ മൊത്തം ഒരു LGBTQ ഒരു ബഹളമുണ്ട്. അഭിഷേക് എന്ന് പറയുന്നത് ഗേ സെക്ഷൽ, മറ്റേത് ട്രാൻസ്ജെൻ, ഇത് ലെസ്ബിയൻ, ഇതിനെ എതിർക്കുന്ന മറ്റൊരാൾ. മൊത്തം LGBTQയുടെ ഒരു ചകട മേളമാണ് അതിനകത്ത് നടക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല? എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. ചേച്ചിക്കാരെയെ കൂടുതൽ ഇഷ്ടം. എനിക്ക് ശ്രീതുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ ചന്തം ശ്രീതുവാണ്. ക്യാരക്ടർ വേസിൽ എനിക്ക് അപ്സര ഓക്കെ ആയിരുന്നു, ഇപ്പോഴല്ല. പിന്നെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നത് നോറയാണ്. പക്ഷെ ഞാൻ ഇന്ന് വോട്ട് ചെയ്തിരിക്കുന്നത് അഭിഷേകിനാണ്. ചേച്ചി എൻ്റെ കമൻറ്റ് വായിച്ചല്ലോ അനീഷ. ജാസ്മിൻ്റെ പുതിയ നാടകം ഉടനെ ആരംഭിക്കുന്നു. ഞാൻ പതിവ്രത, നന്നായിരുന്നാൽ മതി. പക്ഷെ ആ പെൺകൊച്ച് പറയുന്നത് സത്യമാണെങ്കിൽ ബിക്കോസ് ടോർച്ചർ വീഴനാണ്, മാത്രമല്ല സൈക്കോ ആണ്. കാരണം ആ പെൺകൊച്ച് നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ടായിരുന്നു അത്രേ, ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ ഒരിടത്ത് നമ്മളെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടിട്ടേ ഉള്ളൂ എന്നൊരു വാക്കും കൂടെ പറഞ്ഞു എന്ന് പറയണം. അത്രയേ ഉള്ളൂ. അല്ലാതെ അവൾ കമ്മിറ്റഡ് ആണെന്ന് പറയണം. പിന്നെ അത്തിരി ഒരു കടിക്കാനൊക്കെ നമുക്ക് തോന്നൂലേടേ, അപ്പം കടി കൊടുക്കും. പിന്നെ ഒരു ഉമ്മയൊക്കെ അതൊക്കെ സ്വാഭാവികമല്ലടേ. സ്നേഹം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും. പിന്നെ ഒരാൾ നമ്മുടെ ഹൗസിൽ നിന്ന് പുറത്തു പോകുമ്പം മുല കൊണ്ടുവന്ന് ഒരൊറ്റ ഇടിച്ച് കെട്ടിപ്പിടിക്കാനൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ തോന്നും. അത് നമ്മൾ വലിയ കാര്യമാക്കട്ടെ, അതൊന്ന് സീരിയസ് ആക്കരുത്. നിങ്ങൾക്കൊക്കെ അസൂയാണ്, വേറെ ഒന്നുമല്ല. പുതിയതായി വന്ന അഭിഷേക് സൂപ്പറാണ്, പണി തുടങ്ങി, അത് മനസ്സിലായി. തെറ്റാതെ ഐ കോണ്ടാക്ട്സ് വിടാതെ കറക്റ്റായിട്ട് കാര്യം പറയുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിച്ചാലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് കപ്പ് കൊടുക്കണം. അതാരായിരുന്നാലും ശരി തന്നെ, ജാസ്മിൻ ആണെങ്കിലും ശരി തന്നെ. പക്ഷെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ 0 ഡിഗ്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദേ ആർ ഫെയിൽഡ്. റോക്കി മണ്ടൻ ഇപ്പോൾ വീണ്ടും പൊട്ടൻ. സിജോയെ അടിക്കേണ്ട സത്യം കേട്ടോ. റോക്കി അതിനകത്തുണ്ടായിരുന്ന പൊളിച്ചേനായിരുന്നു. എന്തിനീ പ്രാന്തം കൈവക്കിയാന്തോ. പക്ഷേ സിജോയ്ക്ക് ഒരു അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അത്ര സ്ത്രീവിരുദ്ധനാണ് സിജോ. ഇനിയൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ട്വിസ്റ്റ് വരാൻ നോക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ സിജോ ഇന്നാവും. അപ്പോഴാണ് ഷായിയും ഇവളും ഒക്കെ ഒരു വേറൊരു പ്ലേ അതിനകത്ത് കളിക്കാൻ പറ്റും. ഞാൻ എപ്പോൾ പറയത്തില്ല, അപ്പോഴും പറയാം കേട്ടോ. ജാസ്മിനെ കാലിന് കഞ്ഞി വെച്ചവളാണ്, കറക്റ്റാണ്. അവൾക്ക് കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയാം. അതെ, വെയിൽ വന്നു അവൾ അഫ്സനെ വീഴ്ത്തും, അത്രയേ ഉള്ളൂ. വെളിയിൽ വന്നു അവൾ അഫ്സലിനെ അവൾ ഇപ്പോഴേ തന്നെ കൺവിൻസ് ആയല്ലോ. ഇപ്പം തന്നെ പിന്നെ അഫ്സൽ ഓക്കെ. ഞാനാണ് ഇപ്പം എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇവൻ എന്താണ്, ഏതൊരു പോയി ഇവൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അവൻ്റെ പെറ്റതള്ള പറയണത് എന്താണെന്ന്, ചെറുക്കൊരു പൊട്ടനാണെന്ന്. പൊട്ടൻ മോൻ കൊണ്ടുവരുന്നത് ഒരു പൊട്ടത്തി, അത്രയേ ഉള്ളൂ. നമ്മളതിനകത്ത് കാര്യമൊന്നും കണക്കാക്കണ്ട. കാണിച്ചതും പോരെ കണ്ടവർക്ക് കുഴപ്പം അല്ല. അത് കണ്ടോ, റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ കള്ളിയാണ് കേട്ടോ, ഇരുതല മൂർച്ചയുള്ള നല്ലൊരു ലെസ്ബിയൻ കള്ളിയാണ് അവൾ. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്, അല്ല അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അഫ്സലിന് കാര്യം മനസ്സിലാകുന്നു. പക്ഷേ റസ്മിൻ അത് പറയുന്നതിന് മുമ്പുള്ള സൈലൻസ് ഉണ്ടല്ലോ, അതിനകത്ത് കാര്യം വ്യക്തമാണ്. ഈ ഗ്രൂപ്പ് ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെ കാണിക്കുന്നു, അതിന് ഇമ്പോർട്ടൻസ് ബിഗ് ബോസ് കൊടുക്കുന്നു, ആ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് അവൾ പുറത്ത് മോശമായി ചിത്രീകരിക്കപ്പെട്ടതെന്നാണ് തലയിലേക്ക് കയറിയിരിക്കുന്നത്. ഈ അതിബുദ്ധി എന്ന് സ്വയം തോന്നിക്കുന്ന ഒരു പൊട്ടത്തിയാണ് ജാസ്മിൻ. ആ അതിബുദ്ധി അവളെ കുഴി ചാടിക്കും എന്നുള്ളതാണ്. വേറെ ടെൻഷനൊന്നുമില്ല, ചെറുക്കൻ കളയൊന്നുമില്ല, ചെറുക്കൻ്റെ കൂടെ തന്നെ വരട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. പുറത്ത് വന്ന ആരൊക്കെ ഇതിട്ടിട്ടുണ്ടോ എല്ലാവരും നോക്കിക്കോ, ചങ്ങല വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾ അവൾ 8 നിലയെ പൂട്ടും, ഒരു തർക്കം വേണ്ട. ഇവിടെ എന്നെ കൊണ്ടുപോകണല്ലോ ജെനി, ഞാൻ കുറേ പറഞ്ഞു എന്നെ കൊണ്ടോ, ബിക്കോസ് ഞാൻ മര്യാദയ്ക്ക് ആയിക്കോളൂ, എനിക്ക് കാശ് തരണ്ട, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു. പക്ഷെ ബിക്കോസിന് എന്നെ വേണ്ട.
ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഇവരെക്കാളൊക്കെ വലിയ രീതിയിൽ ഏറിപ്പോയത് ഞാനായിരുന്നു. പക്ഷെ എന്നെ കൊണ്ടുപോയില്ല. എക്സ്പ്രഷൻ ഇടുന്നതുകൊണ്ടാണ് ഇത്തിരി സമയം പരിധി വരുന്നത് കേട്ടോ. എക്സ്പ്രഷൻ വേണ്ടേ. ഷെഫീന സൂപ്പർ, താങ്ക് യു. ജിൻഡോ ആണ് ഉള്ളതിൽ ഭേദം, സത്യം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഉള്ളതിൽ പൊട്ടന്മാരിൽ ഏറ്റവും ഭേദം ജിൻഡോ ആണെന്ന്. ജിൻഡോ അടങ്ങി, ജിൻഡോ സൈലൻ്റായി, ജിൻഡോ കോൺട്രൈസായി. മീൻസ് ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ ഒരു പകപ്പാണ്. അങ്ങനെ ഇപ്പം വന്നവരെ ആരെയും ജിൻഡോയ്ക്ക് പരിചയമില്ലെന്ന് തോന്നുന്നു. മറ്റുള്ളവരെയൊക്കെ ജിൻഡോയ്ക്കൊരു ചെറിയ രീതിയിലൊരു പരിചയം ഉണ്ടായിരുന്നു, ഇവരിതാണ് എന്നുള്ളതൊരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ആരെയും ജിൻഡോയ്ക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ചേച്ചിക്ക് ജിൻഡോ കാക്കാനെ ഇഷ്ടമാണ്. അയ്യേ, ജിൻഡപ്പൻ അടങ്ങി. യെസ്, ജിൻഡപ്പൻ അടങ്ങി. ജിൻഡപ്പൻ്റെ കാര്യം എനിക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, താങ്ക് യു. ഞാൻ നിങ്ങളുടെ കുറേ കമൻസ് വിട്ടിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കട്ടെ. എപ്പോഴും രശ്മി ചാൻ്റെ ഡ്രസ്സിൽ പിടിക്കുന്നതൊക്കെ ഞാൻ വായിച്ചല്ലോ. ചേച്ചി ഞാൻ വിളിക്കൂ, റൈന റസ്ന പ്ലീസ്. ഓക്കെ റസ്ന. ഇനി സീക്രട്ട് എല്ലാം ജാസ്മിൻ ഇല്ലേ. പക്ഷേ സീക്രട്ട് വന്ന് കാര്യമായിട്ടാണ് നമ്മളെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുത്തത്. ഇടയ്ക്ക് കുറേ കമൻറ്റ്സ് ഞാൻ മിസ്സായിട്ടുണ്ട്, സോറി. ഇനി അത് റീകളക്ട് ചെയ്യാൻ പാടാണ്. നിങ്ങൾ വീണ്ടും എഴുതിയിട്ട് ഞാൻ കമൻറ്റിന് മറുപടി പറയാം കേട്ടോ. ആക്ച്വലി സീക്രട്ട് അതിനകത്ത് പോയത് ജാസ്മിന് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് അവൾ നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ ഒരു റിയാക്ഷൻ. പക്ഷെ അങ്ങനെ അവനത് പേഴ്സണലി എടുക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവൻ മറ്റുള്ളവരൊക്കെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് അവരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തവരെ അല്ലെങ്കിൽ അവരോട് ഒരു ഇതുണ്ടായവരെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. പക്ഷേ സായി സജസ്റ്റ് ചെയ്തത് ഒരു പൊതു ഇഷ്യൂ ആണ്. അതാണ് എനിക്ക് ഇന്നത്തെ സായി എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തോ ആകട്ടെ, ഇന്നത്തെ സായി സൂപ്പറായിരുന്നു, തർക്കമില്ല. ഇന്നത്തെ സായി സൂപ്പറായിരുന്നു, കാരണം ആപ്റ്റായിരുന്നു. പിന്നെ ഗെയിമിൻ്റെ എല്ലാ നിയമങ്ങളും പൊളിച്ചു. പിന്നെ ദ വെരി ബിഗിനിങ് എന്നെ ബിഗ് ബോസിന് പറയാമായിരുന്നു, ഡേയ് ആളെ മുഖത്തൊന്നും തേക്കാക്കത്തില്ല, കൈ തേക്കിടേന്ന്. പക്ഷേ ബിഗ് ബോസിനും അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ബിഗ് ബോസ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രതീഷ് തിരിച്ചു വരത്തില്ല, വീട് എവിടെയാ? കോട്ടയത്താണ്. ചേച്ചി ശരിക്കും സീക്രട്ടിനെ കൺസേൺ ഹിസ് ഗെയിം ദാറ്റ് ഹി എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഔട്ട്സൈഡ് ടു ജാസ്മിൻ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ പുറത്തെ കാര്യം പറയത്തില്ല. പക്ഷേ ആസ് എ ഫ്രണ്ട് അവൻ ചെയ്യേണ്ട ചില സാമാന്യ മര്യാദയുണ്ടല്ലോ, അത് പറയാതെയാണ് അവൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹി ജസ്റ്റ് ഹിൻഡല്ലേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ. ആൻഡ് അഫ്സൽ ബഹളമാണോ എന്ന് ചോദിക്കുക, അതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ലേ, അതവൻ പറയണ്ടേടേ. നമ്മൾ കുറച്ചൊക്കെ പേഴ്സണൽ കഴിച്ച് കളയുക. ഒരു ഫാക്ട് നോക്കുമ്പം ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ വിട്ട് പിടിക്കുന്നത്. ശരിയാണ്, ശരിയുടെ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ല ഈ പോയിട്ട്. നോറ ഇന്ന് നല്ല ഗെയിം കളിച്ചു, ഗബ്രി അണ്ണാക്കിൽ കൊടുത്തു. പോയിന്റ് കറക്റ്റാണ്, അത് കറക്റ്റാണ്. നോറ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സീക്രട്ട് കപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന് വീഡിയോയിൽ ലേഡി സീക്രട്ട് പറഞ്ഞിട്ടുണ്ട്. ഓ, കമ്മൽ എവിടെയാണ് മേടിച്ചത്? എനിക്കറിയത്തില്ല. എനിക്ക് അമ്മ വാങ്ങിത്തന്ന കമ്മല, ശാന്തകുമാരി അമ്മ വാങ്ങിത്തന്ന കമ്മല. ഈ സീക്രട്ടിൻ്റെ ബാക്കിയുള്ള വിശേഷമൊന്നും എനിക്കറിയത്തില്ല. എൻട്രി ഭയങ്കര ബോറായിരുന്നു, പിന്നെ ഒരു ചളിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഗെയിമിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അവിടെ സംസാരിച്ചു എന്നുള്ളതും തെറ്റാണ്. ഇതുമൊക്കെ വിട്ടിട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏറ്റവും ലാസ്റ്റ് പോയി നോമിനേഷൻ കൊടുക്കുമ്പോൾ ജാൻമണി കിട്ടൊരു ഒറ്റ ഇടി, അത് സൂപ്പറായിരുന്നു, കിടുക്കാച്ചിയായിരുന്നു. അഭിഷേക് ഷുഡ് ബി ദെയർ. നിങ്ങളെല്ലാവരും അഭിഷേക് നോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ബിക്കോസ് നമുക്കൊരു വലിയ സൊസൈറ്റി ഉണ്ട്. മീൻസ് ഈ സമൂഹത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേയധികം മനുഷ്യരുണ്ട്. അവരുടെ വക്താവാണ് അയാളുടെ കുറേയധികം വാദഗതികൾ അവിടെ വരട്ടെ, അപ്പോഴേ നമുക്കതിനെപ്പറ്റി ചർച്ചയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരുടെ വാദഗതികൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ അവരെ ഒതുക്കി വെക്കുന്ന ഒരു ടൈമുണ്ട്, അത് പാടില്ല. അവരെന്താണ് പറയുന്നത് അതിന് നമുക്ക് കുറച്ചുകൂടെ കാര്യഗൗരവമായി കേൾക്കാം, എന്നിട്ട് നമുക്ക് സജഷൻസ് കൊടുക്കാം. ദേ നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി. ബട്ട് നമ്മളെ ഓവർ റൂൾ ചെയ്യാനുള്ള സാധനം കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജാൻമണി അവിടെ ചെയ്യുന്നത് ഭയങ്കര അധികാരവും അറഗൻറ്റും ഇറിറ്റേറ്റിങ്ങുമായ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സ്ലാപ്പ് അവർക്ക് കൊടുക്കേണ്ട അനിവാര്യ ഘട്ടത്തിലൂടെയാണ് കാര്യം പോകുന്നത്. അമ്മയോട് ചോദിക്കാമോ? എനിക്ക് മേടിക്കാനാ. അമ്മയോട് ചോദിച്ചിട്ട് നാളെ പറയാം കേട്ടോ, എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് നാളെ പറയാം. രജിത് കുമാർ സാറിനെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരണം, ഗെയിം പിന്നെ ഫുൾ മാറും. പിന്നെ ചേച്ചി വാഴക്കൂട്ടം അർജുൻ, ഋഷി, അൻസിബ കറക്റ്റ്. ഇല്ല, അർജുൻ ഇന്ന് എന്തോ ഒരു പോയിന്റ് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ അർജുൻ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ
അൻസിബയും ഋഷിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവൻ വിട്ടിട്ടില്ലാച്ച പ്രശ്നമാണ്. അൻസിബ ഋഷി പിന്നെ അർജുൻ നിന്നോട്ടെ, പക്ഷെ അൻസിബയും ഋഷിയും ശരണ്യയും പുറത്തു പോകേണ്ടവരാണ്. 100% പുറത്തു പോകേണ്ടവരാണ് അൻസിബയും ഋഷിയും ശരണ്യയും. സായി ചെയ്തത് നല്ലതാണെന്ന് തോന്നുന്നു. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഗോവി. പക്ഷെ എല്ലാവരെയും സായി കുറ്റം പറയുന്നു. എല്ലാവരെയും സായി കുറ്റം പറയണമല്ലോ എന്ന് എനിക്കറിയത്തില്ല. സായി ചെയ്തത് ഒരു വലിയ പ്രവൃത്തിയാണ്. ബിക്കോസ് അത് പറയണം. അവനൊരു സുഹൃത്തല്ലേ, അപ്പം അത് പറയണം. എനിക്ക് അവനോട് അതിനകത്ത് ഇതില്ല. അവൻ പറയണമായിരുന്നു. അവൻ പറഞ്ഞത് കൊണ്ട് അവനെ നോമിനേറ്റ് ചെയ്ത ജാസ്മിൻ്റെ ഉള്ളിലുള്ള ആ വൈരാഗ്യ ബുദ്ധി മനസ്സിലായോ? താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ശഠിക്കുന്ന ഒരാൾ നന്നാകത്തില്ല. നമ്മൾ എപ്പോഴും വിമർശനങ്ങൾ കേൾക്കണം. നമ്മളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. അല്ലെ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നവർ ഒരിക്കലും പെർഫെക്ഷൻ ആകത്തില്ല. ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ജാസ്മിൻ അത് മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നാദിറ ഫ്രം സീസൺ 6 ഈസ് ഫാർ ബെറ്റർ ദാൻ ജാസ്മിൻ ആസ് ജാൻമണി ആസ് ട്രാൻസ്ജെൻഡർ. അത് കറക്റ്റാണ്. ട്രിവിന എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അവൾ ഭയങ്കര ബെറ്റർ ആയിരുന്നു. അവൾ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ലവ് യു. ഇൻസ്റ്റാ ഐഡിയ. ജാസ്മിൻ സീക്രട്ടിനെ നോമിനേറ്റ് ചെയ്തത് വെളിയിലുള്ള കാര്യം അവളോട് പറഞ്ഞെന്നും പറഞ്ഞ്. അല്ല, വെളിയിലുള്ള കാര്യം പറഞ്ഞതിനൊന്നുമല്ല. അതും കൂടെ ആയിരിക്കാം, പക്ഷെ അത് പറഞ്ഞിട്ടൊന്നുമല്ല. അതായത് വേറെന്തോ പറഞ്ഞിട്ടാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അയ്യോ, ഞാൻ എഴുതി വെച്ചായിരുന്നു. എന്തിനായിരുന്നു? അയ്യോ, അത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തതിന് തന്നെയാണ്. എന്തിനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. നാളെ പറയാം അതെന്താണെന്ന്. ജാൻമണി വലിയ ആളാണെന്ന വിചാരം. ബിസിനസ് ക്ലാസ്, തേർഡ് ക്ലാസ്, ബിസ് ക്ലാസ്. അത് തീരെ ശരിയായ ഒരു നടപടിയല്ല. അവർ BBയിൽ ചെന്നപ്പോൾ അത് കൂടി. കറക്റ്റാണ്. ജാസ്മിൻ സീക്രട്ടിനെ നോമിനേറ്റ് ചെയ്തത് വെളിയിലുള്ള കാര്യം അവളോട് പറഞ്ഞെന്നും പറഞ്ഞാണ്. ആണോ? അറിയത്തില്ല. ഗബ്രി പറയുന്നു സായി പറയുന്നത് കള്ളമാണെന്ന്. നമ്മുടെ കോംബോ ഹിറ്റാണെന്നാണ് ആ പൊട്ടൻ. ഭയങ്കര ഹിറ്റാ, സൂപ്പർ ഹിറ്റാ. വിരലിടട്ടെ, വിരലിൽ പിടിക്കട്ടെ, ഉമ്മമ്മയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അതും പറഞ്ഞ് ഞാൻ കണ്ടു. അതും പറഞ്ഞു ലൈവിൽ കണ്ടു. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. ജാസ്മിൻ വിൽ ബി ഇൻ ടോപ്പ് 5. വെറുതെ ഇപ്പോൾ എല്ലാവരും അവളെ ഗെയിം സ്പോയിൽ ചെയ്യാൻ നോക്കി. അയ്യേ, അതും പറഞ്ഞ ലൈവിൽ ഞാൻ കണ്ടു. ഓക്കെ. സീസൺ 3 കട്ടിൽ ഫിറോസ്, സീസൺ 4 കട്ടിൽ അൻസിബ. കറക്റ്റ്. ജാസ്മിനെ വിചാരിച്ചത് സീക്രട്ട് സായി വെളിയിൽ ഉള്ള കാര്യം പറഞ്ഞത് അവളെ മാനസികമായി. കറക്റ്റാണ്. മണ്ടിപ്പെണ്ണ് DM ആണ്. അത് കറക്റ്റ്. ഞാൻ അതാണ് പറഞ്ഞത്. ബിക്കോസ് ആണ് ആ ഡ്രാമ കളിച്ചത്. ബിക്കോസ് എന്നുകൊണ്ട് പറഞ്ഞു. പുറത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് ഗെയിം സ്ട്രാറ്റജിയാണ്. നിങ്ങളെ ഗെയിമിൽ നിന്ന് ഫെയിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ടത്. അവളത് വിശ്വസിച്ച് പൊട്ടി. ഗബ്രി ജാസ്മിൻ അകന്ന് മാറും എന്ന് തോന്നുന്നു. അകന്ന് മാറിയല്ലോ. ദേ ആർ സെപ്പറേറ്റഡ് ഓൾറെഡി. ബിക്കോസ് ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു ഇത് കൊടുക്കുക? സെപ്പറേറ്റ് ആക്കി കൊടുത്തു, റൂം മാറ്റി കൊടുത്തു. ഇനി അവളുടെ റൂമിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവരിനി എന്തു ചെയ്യാനാണ്? പിന്നെയും കാമപുരാൻ തളവിക്കൊണ്ട് നടക്കുന്നെങ്കിൽ അവൾ പറഞ്ഞാൽ ഒരു ക്യാരറ്റും കാണാൻ വാങ്ങിച്ചു കൊടുക്കണം. ഇൻസ്റ്റാ ഐഡിയിൽ പറയാമോ? എൻ്റെ ഇൻസ്റ്റാ ഐഡിയ ആണോ? അല്ല, കണ്ണൻ്റെ അല്ലേ? ദ 4th ജംഗ്ഷൻ. മോഹൻലാൽ പറഞ്ഞിട്ടും ആ കബ്രിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അവർക്കത് മനസ്സിലാകുന്നില്ല. അതാണ് പ്രോബ്ലം. ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. മുല്ലപ്പൂ മണക്കട്ടെ ടിൽ എൻഡ്. ഈ സീസൺ 4 എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് എൻ്റർടൈൻമെൻ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നലെ അതൊരു പോൺ സൈറ്റ് കാണുന്ന ടൈമിലാണ് ഞാനിരുന്ന് കണ്ടത്. ബിക്കോസ് ഒരാൾ ലെസ്ബിയനിസം പറയുന്നു, അതൊന്ന്. പിന്നെ വേറൊരാൾ വിരൽ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് വേറൊരു ടൈമിൽ ജസ്മി എനിക്ക് പറ്റുന്നില്ല, ആ ടൈമിൽ ഗബ്രി ആകെ മൊത്തം വേറെ ലെവലായിരുന്നു അതിനകത്തെന്നാണ്. എന്തുകൊണ്ടത് ശ്രീതു ഓപ്പണായിട്ട് പുറത്തു പറയുന്നില്ലെന്ന് അറിയാൻ വയ്യ. ഷീ ഷുഡ് റിവീൽ ഇറ്റ്. പറയുന്നതായിരിക്കും വൃത്തി. പറയുക മാത്രമല്ല, ഒന്ന് ഏറിക്കേറ്റണം. ഒരു സൈക്കോ തരം എൻ്റെ ഉള്ളിലുമുണ്ടെന്ന് കുട്ടിക്ക്. റെസ്പിൻ ഷുഡ് ബി റിവീൽഡ് ഇൻ എ വെരി ബാഡ് മാനർ എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പം ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം പുതിയൊരു സബ്ജക്റ്റുമായിട്ട്. ഇന്ന് ഞാൻ യുക്തിവാദവും ഞാൻ മതിയാക്കിട്ട് അവരാരും ഒന്നും ചോദിക്കുന്നില്ല. ചോദിച്ചാലേ മറുപടി പറയാൻ പറ്റുമോ? ഇന്ന് ഗബ്രി ഉറക്കമില്ലാത്ത രാത്രികൾ.
ഗബ്രിക്കല്ല, അവക്കാണ് പ്രശ്നം. അവൻ ജയിലിൽ പോയ സമയത്ത് അവൾ കിടന്നുറങ്ങിയോ? ഇല്ലല്ലോ. അവൻ ഉറങ്ങിയല്ലോ. ഗബ്രിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇവള് പോയാൽ ഇവളെ കുഞ്ഞമ്മ, അവനതാണ് ടേം. പക്ഷെ ഇവക്ക് പ്രശ്നം വരും. നമ്മളൊക്കെ സ്ട്രോങ് എന്ന് വിചാരിക്കുന്ന ഇവൾക്കാണ് ആ പ്രശ്നമുള്ളത്. അതൊരു തെരതളപ്പം പെണ്ണുമ്പിളയാ. അതിപ്പോൾ നോക്കിക്കോ, നിങ്ങൾക്ക് കാണാം. ഗബ്രി പറയുന്നത് മലയാളികൾക്ക് വിവരമില്ല എന്നാണ്. സത്യമാണ്, മലയാളിക്ക് തീരെ വിവരമില്ല. അതുകൊണ്ടാണ് ഇവനെ കല്ലെറിയാതെ അവിടെ വെച്ചേക്കുന്നത്. റസ്മിൻ ശ്രീധുവിനോട് പ്രണയം. പ്രണയനില ഒരു ഹായ് പറയുമോ? പിന്നെന്താ ഹായ്? എന്താ ഹായ് അല്ലേ ചോദിച്ചു, ഹായ് കൊടുക്കണ്ടേ? ബിഗ് ബോസ് ക്യാപ്റ്റൻ പവർ റൂമിൽ കയറാൻ പാടില്ല. അത് ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ പറയുന്നു. ഗുഡ് നൈറ്റ് ഓമന അമിത്. ഗുഡ് നൈറ്റ്. താങ്ക് യു ലേഡീസ്. താങ്ക് യു സോ മച്ച്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടാ. ഞാനത് പറയാതിരിക്കാനാണ് ഇവിടെ വന്ന് എനിക്ക് കാവലിരിക്കുന്നത്. എന്നാലും ഞാൻ പറയും. ഞാൻ പറയട്ടാ, ഞാൻ യൂട്യൂബ് നിർത്താൻ പോണു. ഞാൻ സത്യമായിട്ട് യൂട്യൂബ് നിർത്താൻ പോണടെ. ഞാൻ വിക്കോസ് റിവ്യൂ കഴിഞ്ഞാണ് ഞാൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴാ ഉറങ്ങുന്നേ? ഇപ്പോൾ അസലയെ പറ്റിയിട്ടുള്ള കാര്യം എന്തായി? ഞാൻ പറയാൻ സമയം കിട്ടണ്ടേ? നിലത്ത് നിൽക്കാൻ സമയം കിട്ടണ്ടേ? എന്തൊക്കെ ചെയ്യും? ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി, ഞാൻ തന്നെ മീൻ വാങ്ങിച്ച്, ഞാൻ തന്നെ കുക്ക് ചെയ്ത്, ഞാൻ തന്നെ തരുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ കണ്ടിട്ട്. ജാസ്മിൻ നല്ല ഇളക്കം കൊടുത്താൽ ഗബ്രി പോയില്ലെങ്കിൽ അവൾ പിറകെ നടക്കും. കറക്റ്റാണ്. എനിക്കൊരു രസം തോന്നുന്നുള്ളൂ. ഒരു രസമില്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് രണ്ടാമതൊരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 1 month ബിഫോർ. അത് അതിൻ്റെ എല്ലാ എലിജിബിലിറ്റിയുമായിട്ട് അത് പെർഫെക്റ്റായി, അത് മോണിറ്റൈസ് ആയി കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കും ആ ചാനലിൻ്റെ കാര്യം അറിയത്തില്ലേ? ഷെഫീന ബിബി വ്ളോഗ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഞാൻ അതിനകത്ത് കുറേയൊക്കെ അപ്ലോഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു വേൾഡ് ടൂർ പോയാലോ എന്നാണ്. എല്ലാ പ്രാവശ്യവും എനിക്കിങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ നടക്കാറില്ല. ഇത്തവണ ഞാനത് ശരിയാക്കി ഒരു വേൾഡ് ടൂറൊക്കെ പോയിട്ടൊന്ന് ഫേമസ് ആയ ശേഷം അടുത്ത വിക്കോസിൽ ഞാനുണ്ടാവും. മനുഷ്യൻ്റെ സൈക്കോളജി അനുസരിച്ച് ഒരാളോട് വെറുപ്പ് തോന്നിയാൽ അവർ പിന്നെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നിലനിൽപ്പില്ല. പിന്നീട് വരുന്നത് അവളുടെ കാലമായിരിക്കും. ആരെയാണോ വെറുതെ അവൾ ഒരു ഫീനിക്സ്. പ്ലീസ് ഗുഡ് നൈറ്റ് പറയാമോ? ഗുഡ് നൈറ്റ്. ചേച്ചി ട്വിറ്റർ സ്പേസ് തുടങ്ങൂ ഫോർ ടാക്സ്. എൻ്റെ ഉണ്ടല്ലോടെ, അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ട്വിറ്റർ സ്പേസ് ഉണ്ട് എൻ്റെ. ഐ എം ഡൂയിങ് ഇറ്റ്. ജാസ്മിനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ, വീട്ടിൽ കയറുമ്പോൾ 2 പേര്. അതൊക്കെ നല്ല കാര്യമല്ലേ? നിങ്ങളെ കണ്ടു പറ്റുമോ? കൺഗ്രാജുലേഷൻസ്. എന്തിനമ്മ? അയ്യോ എന്തുവാ ഇത്? അതിനാണോ? ശരി. താങ്ക് യു. നമ്മൾ ചാനലിൻ്റെ കാര്യത്തിനാണ്. ഫ്രണ്ട്സ് ആണെന്ന് പോലും ഉണ്ടോ ഇങ്ങനത്തെ ഫ്രണ്ട്? പിന്നെ ഇങ്ങനെയൊക്കെ ഫ്രണ്ടാവാം. നല്ല ഫ്രണ്ട്സാണ്, നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നല്ല പാർട്ട്ണർ, അങ്ങനെയൊക്കെയുണ്ട്. എപ്പോൾ എഴുന്നേറ്റ് ഒരു വക പറയാൻ ചെറുക്കാൻ സമ്മതിക്കത്തില്ല. പ്രണയമിലാഹ. ടാറ്റാ ബൈ ബൈ, സി യു. യൂട്യൂബ് നിർത്തും പ്ലീസ്, നിർത്തും. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം കേട്ടോ. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ അണ്ണാ അലിമാശണ്ണ, നിങ്ങൾ എന്തൊരു പ്രൈവറ്റ് മെസ്സേജ് അയക്കുന്നത്? എൻ്റെ നടുവിരൽ നമസ്കാരം. പോടാ സംഘികളായ ജുത്തിവാദികളെ, ഒരൊറ്റ വരണ എൻ്റെ അടുത്ത് കൺവീൻസിൽ വരണ്ട. നിങ്ങളെ ഞാൻ വിട്ടിട്ടില്ല. ഐ ആം കമ്മിങ് ബാക്ക് ടു യു ഗൈസ് ആഫ്റ്റർ വിക്കോസ്. ഐ ആം കമ്മിങ് ടു യു ഗൈസ്. നിങ്ങളെ ഒറ്റ എണ്ണത്തിന് വിടത്തില്ല. ഇസ്ലാം മതത്തിനെ അപഹേളിക്കുന്ന എല്ലാ അണ്ണന്മാരെയും ഞാൻ എടുത്തു കൊടുക്കും. ഗുഡ് നൈറ്റ്. ചിലവ് വേണം കേട്ടോ ചിലപ്പോൾ. എൻ്റെ പന്ന ആളെ നക്കിത്തിനെ നല്ലുപ്പില്ലാതെ 348 രൂപ വരെ പിച്ച എടുക്കണം. എൻ്റെ അടുത്ത് വന്നിട്ട് ചിലവൊന്നും പറയല്ലേ, എൻ്റെ ഇല്ല. പ്രണയിനി അങ്ങനെയുള്ള ഇഷ്ടമല്ല. സത്യഭാമയെ ബിഗ് ബോസിൽ എടുക്കണം. അത് അതിനകത്ത് കിടന്ന ചത്തു. അതിനുള്ള ആരോഗ്യമൊന്നും അതിനകത്തില്ല. പക്ഷെ ആൾ സൂപ്പർ സ്ട്രോങ് ആണ് അല്ലേ, നല്ല പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനും സത്യഭാമയും കൂടെ പോയാലോ? വേണ്ട. ഞാൻ പോകുന്ന ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി 5-6 പേര് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ എടുക്കുമോ ഇല്ലയോ? ഞാൻ 5-6 പേരെ പറയട്ടെ. മമ്മ പോവല്ലേ, ഇതും കൂടെ പറഞ്ഞിട്ട് പറയട്ടാ. ജാൻമണിയെ സത്യഭാമയും കമ്പയർ ചെയ്യലേ? അവർ ടാലൻ്റ് ഉള്ള ഒരു സ്ത്രീയാണ് സത്യഭാമ. പിന്നെ അവർ പറഞ്ഞതൊരു ട്രൂ ഫാക്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അവർ സംഖ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ല, അത്രയേ ഉള്ളൂ. കേസ് എന്താ എടുത്തതെന്ന് അറിയാമോ? സുമേഷ് മാർക്കോ പോളയാണ് പോലീസ് അഡ്രസ്സ് ചെയ്തത്. സുമേഷ് മാർക്കോ പോള എന്ന് പറയുന്നത് നല്ല പക്ക ഒരു ക്രിമിനലാണ്, പക്ക സംഖ്യയും നല്ലൊരു ക്രിമിനലുമാണ്. അവനെ പൂട്ടാനാണ് ആ കേസ് എടുത്തിട്ടുള്ളത്.
ആ കേസിൽ അമ്മ പെട്ടു. അത്രയേ ഉള്ളൂ. സത്യഭാമ ഊരിപ്പോരും. സത്യഭാമയെ ചുമ്മാ മുന്നിൽ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ കൻ്റോൺമെൻറ്റ് പോലീസ് അധികാരികൾ അതിൻ്റെ കൃത്യത പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പോയിന്റ്. സത്യഭാമ പറയൂ കേട്ടോ. ആ കേട്ടിരുന്നു. ഞാൻ പറയും ജംഷീറിനെ എനിക്ക് ബിക്കോസിൽ കിട്ടണം. 2 പിഒമായി ജംഷീർ. സായിണ്ണനെയും കൂടെ തരുമെങ്കിൽ തരട്ടെ. വൈറ്റ് കാർഡ് എൻട്രി ആയാലും മതി. സായിണ്ണനും വേണം. ഒരു രസത്തിന് സായിണ്ണം വേണം. പിന്നെ എനിക്ക് വേറൊരാളെ വേണം സത്യമായിട്ട്. ജട്ടി ജിനു ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. ജട്ടി ജിനു വേണം. പിന്നെ ഉണ്ട് ഒരാൾ, അതും കൂടെ പറയാം. അതുലണ്ണൻ ചട്ടി ജിനു. അതിലില്ലേ മമ്മി മോനെ പോലെ ഇരിക്കണമെന്നൊക്കെ ഞാൻ പറയാം. ചട്ടി ജിനു, അതുല്, ബിബി, ഇനി ഒരാളും കൂടെ ഉണ്ട്. പേപ്പട്ടി പേയാട്. ഒരു റിവഞ്ച് പുളിച്ചിരി നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ അണ്ണാ? ബിക്കോസ് അണ്ണാ നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ പേപ്പട്ടി പേയാടിനെയും എന്നെയും ബോട്ടമ്മായിയെയും ഈ പറയുന്ന ജട്ടി ജിനുവിനെയും വെച്ച് നിങ്ങൾക്കൊരു ബിക്കോസ് നടത്താൻ ധൈര്യമുണ്ട്. പൊളിച്ച് ഞങ്ങൾ അടുക്കി തരും. ക്യാമറ മുള്ളി നമ്മൾ തല്ലി പൊളിച്ചങ്ങ് കയ്യിൽ തരും. വെച്ച് കണ്ട് പോള കൊച്ചലവലാതി ബിക്കോസ് എന്ന് പറയും. അതിൽ മാസമായിട്ട് കളിക്കാൻ പോണ ബോട്ടമ്മയായിരിക്കും. ആരാടാ ഇവിടെ? ഞാനാണ് ഇവിടുത്തെ എല്ലാം. എവിടെയാടാ ബോട്ടെന്ന്? ഒരു ബോട്ട് ചെട്ടി അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. അത് നിർബന്ധമാണ്. പിന്നെ ഇത് കപ്രിയെ പോലൊരു സാധനത്തിന് കൊടുത്ത ബോട്ടമ്മ അതിനകത്ത് കിടന്ന് കലക്കി കുത്തും. പക്ഷേ എനിക്ക് ജഡുവുമായിട്ട് കോട്ടി പിടിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ കണ്ണീർ പൂവിൻ്റെ കബിളിൽ തലോടി അതും കൂടെ വരണം. അതും കൂടെ വന്നാലൊരു രസമുള്ളൊരു ഗമ്മുള്ളൊരു ഗത്തുള്ളൂ. അതും കൂടെ ഇരുന്നോട്ട് 10-17 പേരില്ലേ? സജഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇത്രയും ഡീസൻ്റ് ആയിട്ട് ആൾക്കാരെ പറഞ്ഞതില്ല. പിന്നെ അതിനകത്ത് ജെന്യുവിനായിട്ട് ഒരുത്തൻ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ഡീസൻ്റായും നല്ല പെർഫെക്ഷനോട് കൂടിയും നാട്ടുകാരെ യെസ് മൂഞ്ചി എടുത്തമരാവധിക്കാൻ പറ്റിയ ഒരു വൃത്തികെട്ട മനുഷ്യൻ, കണ്ണാടിക്കാരൻ. അവനുണ്ടെങ്കിൽ കളിക്കൊരു ഗുമ്മുള്ളൊരു ഗത്തുള്ളൂ. എങ്ങനെയുണ്ട്? ബൈജു കൊട്ടാരക്കര രാഹുൽ ഈശ്വർ വന്നാൽ പൊളിക്കും. രാഹുൽ എണ്ണം വരൂല. ഷെബീനെ ഉണ്ടെന്ന് എഴുതി കാണിച്ചാൽ രാഹുൽ അവിടുന്ന് വണ്ടി ഒരറ്റ വോട്ടാണ്. ക്ലബ് ഹൗസിൽ 8 നില പൊട്ടിച്ചു കൊടുത്ത് ഞാൻ അവനെ 600. ഇവനൊക്കെ ഈ ചാനലിരുന്ന് കണകണാണ്. രാഹുൽ ഈശ്വറൊക്കെ എൻ്റെ കൂടെ ഒരു ചാനൽ ചർച്ച ചെയ്തിരുന്ന അന്ന് തീർന്ന് രാഹുൽ. ബാക്കിയുള്ളവരെ കണകണ പറയുന്ന കണക്കല്ല. ഷെബീനെ ഇരിക്കണം ചാനൽ ചർച്ചയിൽ. രാഹുൽ നിന്ന് പെട്ടുക്കും. ഞാനാരാ മോള് മുന്താസ് കണ്ടേ? എടേ അവള് മുഖം കാണിക്കത്തില്ലല്ലേ? അവള് മുഖം കാണിക്കുമെങ്കിലേ അവളെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുള്ളൂ. അവളൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ എൻ്റെ അവിടെ പിടിച്ചിരിക്കൂല. 1/2 മണിക്കൂർ ആകുമ്പോഴേ സുന്നം. നിങ്ങൾ ഈ ക്ലബ് ഹൗസ് ഒന്ന് കണ്ടിട്ട് വേണം എൻ്റെ അടുത്ത് ചോദിക്കാൻ. അതിനകത്ത് ഈ പറയുന്ന ഒരു ചപ്പ് ചവറുകൾ എൻ്റെ കൂടെ അടിച്ച് നിൽക്കത്തില്ല. ചിരിയെങ്കിലും അടിച്ച് നിൽക്കുന്ന ആ ഒരേ ഒരാളാണ് നമ്മുടെ ജട്ടിക്കുനു. അവൻ്റെ കേസ് ഞാൻ വാപ്പസ് വാങ്ങിച്ചു കൊടുക്കാം, അവനെ എടുക്കുമെങ്കിൽ. ബിക്കോസ് നീ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാർ. ഞാൻ തയ്യാർ. ബോട്ടമ്മായി വേണം, ബോട്ട് ജട്ടിയും വേണം. ബോട്ട് ജട്ടിയും ജട്ടി ജിനുവും ഞാനും പേപ്പട്ടി പേയാടും. ഞങ്ങൾ 4 കണ്ടസ്റ്റൻ്റ് ആണ്. ഞങ്ങളും പവർ ടീമാണ്. ഞങ്ങളൊരു മുറിയിലേ കിടക്കൂ. ഞാനാണെങ്കിൽ ബോട്ടമ്മായിയുടെ തൊട്ടടുത്തേ കിടക്കുള്ളൂ. എന്തായാലും മൂക്കി പഞ്ഞി വെച്ചോണ്ട് പോകണം. ചത്തോന്നല്ല, അത്ര നാറ്റ. അതുകൊണ്ടാ. കാക്കപ്പൊടിയെ വേണ്ട. അയ്യോ ടെററിസ്റ്റുകളാണ്, അവൻ ബോംബും കൊണ്ടുവരും. വേണ്ട, എനിച്ചവനെ പേടിയാ. ഞാൻ അവനെ എടുക്കൂല. യെസ്. രാഹുൽ തീർന്നു ചേച്ചിയുടെ മുൻപിൽ. രാഹുൽ കഴിഞ്ഞ്. രാഹുൽ ഞാൻ ഒതുക്കി കൈ കൊടുത്തില്ലേ വെച്ച്. അവ എൻ്റെ പേര് പറഞ്ഞ അടുത്തടക്കില്ലല്ലോ. രാഹുലിനോട് ചോദിച്ചാൽ ജബീനെ അറിയുന്നു. ഒരു കിടുക്കാണ് അവൻ. ഈ ഉള്ളിൽ നിന്നൊരു പത്തലാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് കയറുന്നത്, ഈ യുക്തിവാദികളുടെ അടുത്ത് കയറുന്ന കണക്കല്ല ജബീന അടുത്ത് കയറുന്നത്. ജബീന ടെററാണെന്ന് തെളിയിച്ച ആളാണ്. അത് രാഹുലിന് നന്നായിട്ട് അറിയാം. പാടായ അപ്പ അങ്ങനെ ചെന്ന് ചാടി കൊടുത്തു. അത് അന്ന് ഈ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ആരായിരുന്നു? നമ്മുടെ ശബരിമല കയറാൻ പോയ കുട്ടി അവരുണ്ടായിരുന്നല്ലോ. ആ പെണ്ണിൻ്റെ പേര് മറന്നുപോയി. ബിന്ദു അമ്മണി ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നിന്ന് വെട്ടുന്നുണ്ടായിരുന്നു. ജെബീനെ ഒന്ന് സംസാരിക്കുന്നത് ഹാൻഡ് റൈസ് ചെയ്ത് മേളിൽ കയറി ഒരൊറ്റ ചോദ്യം. ടീം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലടാ കള്ള. റിവേഴ്സ് എടുത്ത് ഞാനിത് കൊണ്ടൊന്ന് തെളിയിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. നീ പറഞ്ഞടാ മാറിയെന്ന് പറഞ്ഞാൽ പാച്ചക്ക് 2 അങ്ങ് കൊടുത്തതോടെ വായിക്കുക തണ്ണാക്കി പിരിവെട്ടി. അതേപോലെ ക്ലബ് ഹൗസിൽ പൊളിച്ചടുക്കി കൊടുത്ത വേറൊരാണ് ജസ്ല മാടശ്ശേരി. 24 മണിക്കൂർ ഇടുന്ന് നബിയെ കുറ്റം പറയും, 24 മണിക്കൂർ ഇടുന്ന് ഇതിനെയും കുറ്റം പറയുന്ന എന്നെ വാപ്പ മുറിയേണ്ടിയല്ലേടിന്ന് ഒറ്റ ചോദ്യത്തിൽ തീർന്നത്. ഒറ്റ ചോദ്യത്തിൽ അവൾ തീർന്നു. പിന്നെ ഈ മുറിയേണ്ടികൾ ആ കേസ് ഇട്ടെടുത്ത് എൻ്റെ തലയിലോട്ട് വന്നു. ഞാൻ സമ്മതിച്ചു കൊടുത്തതാണ് വാപ്പ മുറിയേണ്ടി. അതിനിപ്പോൾ എന്താ? അതാണ് ഞാൻ. എൻ്റെ കൂടെ ഇവർ അടിച്ച് നിൽക്കൂല. വെറുതെ നിങ്ങൾ മത്സരിക്കാൻ നിൽക്കണ്ട. ബിക്കോസേ അടുത്ത ബിക്കോസിൽ ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബിക്കോസ് ഞാൻ കത്തിക്കും. അപ്പം ശരി, നാളെ കാണാം കേട്ടോ.
ഞാൻ നിങ്ങളെ സിനിമയിൽ എടുക്കട്ടെ? ഞാൻ സിനിമയൊന്നും ഞാൻ അഭിനയിക്കത്തില്ല. ബിന്ദുമണി ഓടിത്തള്ളി. ബിന്ദുമണി കുറേയധികം ബുദ്ധിജീവികൾ, വൈസ് പ്രസിഡൻസ് വന്നായിരുന്നു സംസാരിക്കുക. അഴിച്ച് പാവം നമ്മളെ ബിന്ദുമണി ഓടി പുല്ലില്ല. ബിന്ദുമണി എന്നല്ല, ബുദ്ധിജീവി എന്ന് അഭിനയിച്ചുകൊണ്ട് നടന്ന എല്ലാത്തിനും ഞാൻ ക്ലബ് ഹൗസിൽ കീറി ഒട്ടിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. എനിക്ക് ഇതിനകത്ത് ഓവർ കോൺഫിഡൻസ് ആണ്, എക്സ്ട്രീം ലെവൽ കോൺഫിഡൻ്റ് ആണ് എനിക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും നിലപാടോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എൻ്റെ ഒപ്പോണൻ്റായിട്ട് വന്ന് നിന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തും. അത്രയേ ഉള്ളൂ. ഒറ്റ ഒരാളെ എനിക്ക് പേടിയുള്ളൂ. ഈ ഭൂമി മലയാളത്തിൽ ഞാൻ ഒരു വ്യക്തിയെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. ആരെയാണെന്ന് ചോദിക്കേ, എന്നെ തന്നെയാണ്. ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. രാത്രി പോയി നോക്കട്ടെ, പോൺ സൈറ്റ് കാണണ്ട, നമുക്ക് ബിഗ് ബോസിലേക്ക് പോയി നോക്കാം. ഗുഡ് നൈറ്റ്.